ഹലോ കുട്ടീസ്, ഇന്ന് നല്ലൊരു സോഫ്റ്റ് പഴം പുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്കിത്. ഇതിനായി ഒരു കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. ഇനി ഈ മിക്സ് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നല്ല പഴുത്തൊരു നേന്ത്രപ്പഴം നോക്കി ചെറുതാക്കി നുറുക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ചധികം തന്നെ തേങ്ങയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. നേന്ത്രപ്പഴം വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. ഇനി പണി എളുപ്പമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പുട്ടുകുറ്റി എടുക്കുന്നു, അതിലേക്ക് ചില്ലിടുക, എന്നിട്ട് പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇട്ട് മുകളിലായി കുറച്ച് പുട്ടുപൊടിയിട്ട് വീണ്ടും പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇട്ട് മുകളിലായി കുറച്ച് പുട്ടുപൊടിയിട്ട് വീണ്ടും പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇട്ട് വെക്കണം. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. സാധാരണ നമ്മൾ പുട്ടിന് വേവിക്കുന്ന പോലെ തന്നെ നോക്കുക. ആവി വന്നതിന് ശേഷം നല്ലൊരു പ്ലേറ്റിലേക്ക് നമ്മളിത് കുത്തിയെടുക്കണം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ടേസ്റ്റ് കിടിലനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.